കണ്ണടച്ചിട്ടൊന്ന് തീരുമാനം എടുക്കും. നിങ്ങൾ ഒരാവർത്തി ഖുർആൻ വായിച്ചു തീർക്കും, കണ്ണടച്ചിട്ടൊന്ന് തീരുമാനം എടുക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഞാൻ തീർക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. ഞാൻ 1, 2, 3 പറയുമ്പോഴേക്കും എല്ലാവരും കണ്ണടക്കണം. എന്നിട്ട് ഞാൻ 10 വരെ എണ്ണുമ്പോഴേ നിങ്ങൾക്ക് ശരിയെല്ലാം തോന്നലുണ്ടോ? എന്താ ഇങ്ങനെ പറയുന്നത് തോന്നലുണ്ടോ? തോന്നാറുണ്ടോ? കൂടുതൽ ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്നും ഉത്തരം പറയുന്നില്ല. നിങ്ങളൊന്നും പിന്നെ ഏതോ ലോകത്താണ് ജീവിക്കണത്. നിങ്ങൾ വലിയവരെ കുറിച്ചൊന്നും കുറ്റം പറയുന്നില്ല. നിങ്ങളെ ലോകത്തന്നെ വലിയവരൊന്നും കുറ്റം പറയുന്നില്ല, കുറ്റം പറയല്ല. ഓക്കെ, എന്തായാലും വലിയവര് പറയുമ്പോ നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ തോന്നാറുണ്ട്. എന്താ അവര് ഇങ്ങനെ പെരുമാറി? ചിലപ്പോ പറയും തന്ത വൈബ് എന്നൊക്കെ പറയും, ഇയാളും തന്ത വൈബാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരുത്തർക്കും ഓരോരോ സമയമാകുമ്പോ ഓരോരോ സൈക്കോളജി ഉണ്ടാവും. ഉദാഹരണമായിട്ട് ചോദിച്ചു കഴിഞ്ഞാല് ബൈക്ക് ആക്സിഡന്റുകൾ കൂടുതൽ സംഭവിക്കുന്നത് ആരാ? വലിയ ആളുകളാണോ ചെറിയ ആളുകളാണോ? എന്താ ചെറിയ ആളുകൾക്ക് അപകടം പറ്റാൻ കാരണം? വലിയ ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ബൈക്ക് ഉണ്ടല്ലേ, പക്ഷെ അവരെക്കാളും കുറവ് അപകടമാണ് വലിയ ആൾ. ചെറിയ ആളുകൾക്കാണ് കൂടുതൽ അപകടം. എന്താ കാരണം? സ്പീഡ് പോവും എന്നുള്ളതാണ് കാരണം. പക്ഷെ അതിനെന്താ കാരണം? ശ്രദ്ധയില്ലായ്മ അല്ലെ? അതെങ്ങനെ വലിയ ആളുകൾക്ക് ശ്രദ്ധ ഉണ്ടായത്, ചെറിയ ആളുകൾക്ക് എന്താ ശ്രദ്ധ ഇല്ലാത്തത്? എക്സ്പീരിയൻസ് ഉണ്ടാവും. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കൗമാരപ്രായക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രായം തന്നെ, ഒരു 19, 20 വയസ്സ് വരെ, 22, 23 വയസ്സ് കല്യാണം കഴിയുന്നവരെന്ന് കൂട്ടിക്കോ. ആ പ്രായമുള്ള ആളുകൾക്ക് ഒരു മനസ്സുണ്ട്. എന്താന്ന് പറഞ്ഞാല് അവരെ മനസ്സിലേക്ക് ഒരു എന്ത് വരില്ല? മരണചിന്ത വരില്ല, മരണചിന്ത ഉണ്ടാവില്ല. സീറോ ഡെത്ത് തോട്ടാണ്. നേരെ മറിച്ച് 40 വയസ്സായ ആളുകൾക്ക് ഞാൻ ഇനി മരിക്കാനായിട്ടുണ്ട്, ഇനി എന്തെങ്കിലും നന്മകൾ ചെയ്യണം എന്ന് മാത്രമല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് എന്താ പറ്റുക, അവരാരെങ്കിലും നോക്കട്ടെ എന്നുള്ള ചിന്ത ഇങ്ങനെ ഉണ്ടാവും തലയിൽ. അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചാൽ പോവാം. നിങ്ങളെ മനസ്സിൽ എന്താണുള്ളത്? മരണം എന്നുള്ളതില്ല, അടിച്ചു പൊളിക്കുക. മരണം നിങ്ങളെ മൈൻഡിലേക്കേ വരുന്നില്ല. അതുകൊണ്ടാണ് സ്പീഡ് കൂടുന്നത്. അതിന്റെ കാരണം അതാണ്. അല്ല അവരെന്തോ പ്രശ്നക്കാരായതുകൊണ്ടല്ലോ, ഓരോ മൈൻഡിൽ എന്തില്ല. ഇപ്പൊ എൻ്റെ മകന് ഡൽഹിയിലേക്ക് പോയി. എങ്ങനെ പോയി എന്നറിയോ? ഡൽഹിയിലേക്ക് ട്രെയിനിലാണ് പോയത്. എങ്ങനെ ട്രെയിനിലേക്ക് പോവാ സാധാരണഗതിയിൽ? ആ ടിക്കറ്റ് എങ്ങനെ എടുക്കണം ഡൽഹിയിലേക്ക് പോകുമ്പോ? ഫോണിലൂടെ. എന്നിട്ട് ഏത് ടിക്കറ്റ് എടുക്കുക? കടന്നുറങ്ങുന്ന ടിക്കറ്റ് എടുക്കുക? സാധാരണഗതിയിൽ ടിക്കറ്റ് എടുക്കാൻ ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുക്കൽ എങ്ങനെ അറിയോ? നേരത്തെ ബുക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ സാഹചര്യമൊക്കെ നോക്കി നേരത്തെ ബുക്ക് ചെയ്യും. പക്ഷെ എൻ്റെ മോന് ഡൽഹിയിലേക്ക് പോയത് അങ്ങനെയല്ല. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് സീറ്റ് കടന്നുറങ്ങലൊന്നും അതിൽ നടക്കൂല. ഒരുപാട് ആളുകൾ കയറി നിൽക്കണതിൽ എടുത്തിട്ടാണ് ഡൽഹിക്ക് പോവുക. അപ്പൊ എൻ്റെ മൈൻഡിൽ അത് ശരിയല്ല എന്നാ തോന്നുക. പക്ഷെ നിങ്ങളെ മൈൻഡിൽ അത് ശരിയായിരിക്കും. കാരണം എന്താണ്? നിങ്ങൾക്ക് ഉള്ളത് എന്താ പറയുക? അഡ്വഞ്ചറാണ്. ഭയങ്കരമായിട്ട് അഡ്വഞ്ചർ മൈൻഡിലാണ് നിങ്ങൾ ഉണ്ടാകുക. ഇപ്പൊ രണ്ടാളുകൾ സൈക്കോളജിക്കൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ പറച്ചിലും വ്യത്യാസം ഉണ്ടാണ്, പ്രവർത്തനവും വ്യത്യാസം ഉണ്ടാകുന്നത്. നിങ്ങളെ വീട്ടിലെ പിന്നെ സ്ത്രീകള്, ആണുങ്ങളും സ്ത്രീകളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾക്ക് കുറേ പറയണമെന്നുണ്ടാവും. ഉമ്മാര് പെങ്ങന്മാരെ കുറേ വർത്താനം പറയും. ആണുങ്ങൾ അത്ര വർത്താനം പറയില്ല. ശ്രദ്ധിച്ചു നോക്കില്ല നിങ്ങള്? അതായത് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയി വന്ന കല്യാണത്തിന് പോയ കഥയൊക്കെ ഉമ്മ ഭാര്യ ഭർത്താവിനോട് അല്ലെങ്കിൽ ഉമ്മ സഹോദരിമാരോടൊക്കെ അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും 1 മണിക്കൂറാവും. അത് ആണുങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കും. അവിടെ പോയി ബസ് കയറി ഭക്ഷണം കഴിച്ച് വന്നു പറയും. പെണ്ണുങ്ങൾ കുറേ പറയും. അത് അവരെ സൈക്കോളജിയാണ്. ഓരോരുത്തർക്കും വ്യത്യാസങ്ങളല്ല. അത് പരസ്പരം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്തോ ഒരു ചെറിയ, നമ്മളെ മൈൻഡ് അങ്ങനെയാണെങ്കിലും ചില മൈൻഡുകൾ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ, അപകടത്തെ കുറിച്ച് പറഞ്ഞില്ലേ, നിങ്ങളെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ഡെത്ത് ഇല്ലാത്തതായിരിക്കും. പക്ഷെ വലിയ ആളുകൾക്ക് അത് പറഞ്ഞു തരും. മോനെ മെല്ലെ പോണട്ടോ, നിങ്ങളോട് പറഞ്ഞു തന്നാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മളെ മൈൻഡിൽ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. ആ ശ്രദ്ധക്ക് വേണ്ടിയിട്ടാണ് പറയാം നമുക്ക് എന്ത് ശ്രദ്ധക്ക് എന്താണ് ഖുറാനിൽ പറയാ? ശ്രദ്ധ എന്നുള്ളതിന് ഖുറാനിൽ എന്താ അറബി പദം? ശ്രദ്ധ എന്നുള്ളതിന് ഖുറാനിൽ എന്താ അറബി പദം? തഖ്വ. എന്താ ശ്രദ്ധക്ക് പറയാ? തഖ്വ എന്നാണ്.
അപ്പൊ മനുഷ്യന്മാരുടെ സൈക്കോളജി വേറെ ആയിരിക്കും. ഈ മനുഷ്യന്മാരെ സൃഷ്ടിച്ച അള്ളാഹു ചില ആ സൈക്കോളജി അനുസരിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകേണ്ടി വരും. എന്നാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ശ്രദ്ധ ഉണ്ടാവുള്ളൂ. അപ്പൊ വലിയവര് പറയുന്നതിലൊക്കെ പ്രശ്നം തോന്നാൻ പാടില്ല. എന്തോ ഒരു ശ്രദ്ധക്കുറവ് നമുക്കുണ്ട്, അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് പറയണതെന്ന് തോന്നിയാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നമ്മൾ വേറൊരു ഭയങ്കര സ്റ്റൈലിലായിരിക്കും ഉണ്ടാകുക. മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക്? അപ്പൊ വലിയ ആളുകൾ പറയുന്നത്, ഖുർആന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കും. ഇപ്പോ നിങ്ങളെ വീട്ടില് എൻ്റെ അപ്പാക്ക് ഏകദേശം എത്ര ശമ്പളം ഉണ്ടാവും? ഏകദേശം ഒരു 50,000 രൂപ ശമ്പളം ഉണ്ടാവും നോക്ക് മാസത്തില്, അല്ലേ? 50,000 രൂപ ഉണ്ട് മാസത്തിൽ ശമ്പളം ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ എത്ര സ്ഥലത്ത് പോയി വരാൻ പറ്റും? ടൂറൊക്കെ പോയിട്ട് വരാൻ പറ്റും? എത്ര സ്ഥലത്തേക്ക് പോയിട്ട് വരാൻ പറ്റും? എത്ര 2-3 കൊല്ലം കൊണ്ട് ഒരുപാട് ടൂർ പോയിട്ട് വരാനുള്ള പൈസ അല്ലേ അത്? ഒരുപാട് സ്ഥലത്തേക്ക് പോയി വരാം. നിങ്ങളടുത്ത് 50,000 രൂപ, ഞാൻ പറയണത് പറഞ്ഞാൽ ഇപ്പൊ എന്റെ മകന് സോഷ്യൽ മീഡിയ ഇതൊക്കെ പഠിക്കണം, എന്തോ ഒരു കോഴ്സിലാണുള്ളത് ഇപ്പൊ തൽക്കാലം. അപ്പൊ അവനെന്തോ ആരൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അവന്റെ അടുത്ത് കാശുണ്ടാക്കി അതിങ്ങനെ എടുത്തടിച്ച് 10,000 രൂപയായി. ആ 10,000 രൂപ ഇട്ടിട്ടാണ് അവൻ എടുക്ക് പോണത്, ഡൽഹിക്ക് പോണത്. പക്ഷെ എൻ്റെ അടുത്ത് കാശുള്ളത് ഞാൻ അങ്ങനെ ടൂർ പോവാണ് ചെയ്യാ. ഞാൻ എന്താ ചെയ്യാ? എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം ഇതൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതൊന്നും കരുതുന്നില്ലെങ്കിലോ എനിക്ക് ലോകം ചുറ്റി വരാനുള്ള പൈസ ഒരു മാസത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു 2 കൊല്ലം 3 കൊല്ലം ശമ്പളം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ചുറ്റി വരാനുള്ള പൈസ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഞാനത് ചെയ്യുന്നുണ്ടോ? ഞാൻ ആ കാശ് മുഴുവൻ എന്താ ചെയ്യണത്? മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് മാറ്റി വെക്കാണ്. നിങ്ങളത് മാറ്റി വെക്കുന്നില്ല. നിങ്ങളുടെ സൈക്കോളജി വേറെയാണ്. കാരണം നിങ്ങളുടെ തലയിൽ ഉത്തരവാദിത്തമില്ല എൻ്റെ ആ പൈസ കൊണ്ട് ഇവർക്ക് കൊടുക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ വേറെ മൈൻഡിലാണുള്ളത്. ആ മൈൻഡിലുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്താൽ അത് ശരിയാവുള്ളൂ. നമ്മളെ ശരിയാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദഗ്രന്ഥമാണ് ഏത്? നമ്മളെ പഠിച്ച നമ്മളെ സൈക്കോളജി അള്ളാഹ്ക്ക് അറിയാം. ഈ കുട്ടികൾക്ക് എന്താ വേണ്ടത്, കൗമാരക്കാർക്ക് എന്താ വേണ്ടത്, വല്യപ്പാക്ക് വല്യമ്മക്ക് എന്താ വേണ്ടത്, തൊഴിലാളിക്ക് എന്താ വേണ്ടത്, മുതലാളിക്ക് എന്താ വേണ്ടത്, അധ്യാപകൻ എന്താ വേണ്ടത്, രാഷ്ട്രീയക്കാരൻ എന്താ വേണ്ടത്, ഇതൊക്കെ ആർക്കാ അറിയാം? അള്ളാഹ്ക്ക് അറിയുമ്പോ അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്ന ഗ്രന്ഥാണ് എന്ത്? ഖുർആൻ. ഇപ്പൊ ഖുർആൻ എന്നുള്ളതിന്റെ അർത്ഥം ആർക്കറിയാം? എന്താ ഖുർആൻ എന്നുള്ളതിന്റെ അർത്ഥം? വായിക്കപ്പെടുന്നത്, അല്ലേ? ഒരു കൈയ്യടി എടുക്കോൾക്ക്, ഓൾക്കൊരു സമ്മാനം ഉണ്ട്, ഓളെ പേരേ കേട്ടോ. ഉത്തരം പറഞ്ഞ സമ്മാനം. വായിക്കപ്പെടുന്നത് എന്നാണ്. വേറെ എന്തെങ്കിലും അതിന് അർത്ഥം ഉണ്ടോ? വായിക്കപ്പെടുന്നത് എന്ന് പറയുന്ന പോലെ വേറെ എന്തെങ്കിലും അർത്ഥം പറയാൻ പറ്റുമോ? വേറെ 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 അർത്ഥം, വേറൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ അതിന്. വായന. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥം അതിനുണ്ട്. എന്നാൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം എന്നാണ്. പിന്നെ വേറെ എന്താ അർത്ഥമുണ്ട്? വായന എന്നും അർത്ഥമുണ്ട് കേട്ടോ. 2 അർത്ഥമുണ്ട്. വായിക്കപ്പെടുന്ന ഗ്രന്ഥം എന്ന അർത്ഥത്തിലും വായന എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും, അല്ലേ? അപ്പൊ ജസ്റ്റ് നമ്മള് ഖുർആൻ വായിക്കുന്നവരാകുന്നവരാണ് നമ്മൾ, അല്ലേ? അതിൽ സംശയം ഉണ്ടോ? ഖുർആൻ വായിക്കണ്ടേ? നമ്മള് ജസ്റ്റ് ഒന്ന് വായന നടത്തേണ്ടതില്ലേ? അപ്പൊ നാളെ പരലോകത്തെത്തുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒരു മത്സരം ഉണ്ട് നാളെ പരലോകത്തെത്തുമ്പോ. മലക്കുകൾ എല്ലാവരോടും പറയുന്ന ഒരു മത്സരം ഉണ്ട്. എന്താണ്? ഇഖ്റ. എന്താ പറയാ? ഇഖ്റ. എന്താ ഇഖ്റ എന്ന് പറഞ്ഞാല്? ഖുർആൻ അതിനുണ്ടായിരുന്നു ഇഖ്റ. ഇഖ്റ, വായിക്കൂ. ദുനിയാവിൽ എങ്ങനെയാണ് ഖുർആൻ ഓതുന്നത് അതുപോലെ തർത്തീലായി ഖുർആൻ വായിക്കും. എന്നിട്ട് അവസാനം എന്താ പറയാറിയോ? ആ വായനയുടെ മത്സരത്തിന്റെ അവസാനം ഇവിടെ ഇങ്ങനെ വായിച്ച് സ്റ്റെപ്പ് കയറി ദറജ കൂടി അവസാനം എവിടെയാണോ വായിച്ചു നിർത്തുന്നത് അവിടെ ആയിരിക്കും നിന്റെ സ്വർഗത്തിലെ സീറ്റ്. അപ്പൊ ഒരാള് എവിടുന്ന് വായിക്കുന്നു? ഫസ്റ്റ് എങ്ങനെ ഖുർആൻ വായിക്കാം? ഖുർആൻ ഫസ്റ്റ് ഏതാ? മുസ്ഹഫിന്റെ തുടക്കം ഫാത്തിഹ. ആ ഫാത്തിഹ എന്ത് ചെയ്യുന്നു? നല്ല ഖിറാഅത്ത് എടുക്കുന്ന ആരാ? ഫാത്തിഹയിൽ നല്ല ഓതാൻ പറ്റുന്ന ഒരാള് ആരാ? ഉഷാറായിട്ട് ഒരാൾ ഓതാൻ പറ്റുന്ന ഒരാള് ആരാ? ഒരാൾ ഓതാൻ തയ്യാറുള്ള ഒരാൾ. ഫാത്തിഹ ഒരാള് ഖുർആൻ ഒന്ന് ഓതുക, ഒന്ന് വായിക്കുക. ഒരാള് റെഡി ആയിട്ട് ആരാ വരിക? ഒരാള് റെഡി ആവുന്ന ഒരാള് ഖുർആൻ ജസ്റ്റ് ഒന്ന് ഫാത്തിഹ ഓതാൻ റെഡിയാണ്. ഈ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരാള്
സാർ ഒരു കൈയ്യടി എടുക്കോളൂ എല്ലാവരും. ആ എവിടെ സഫയുടെ നല്ല ഓതുണ്ട് പറഞ്ഞോളൂ. എവിടെ സഫ എവിടെ? സഫ മറവായി പോയോ? എവിടെ സഫയാണോ? അതെന്താ സഫയാണ്? ആരാ സഫ ആരാ? സഫാറിന്റെ കുട്ടിയില്ല അവിടെ? എവിടെ സഫ? എവിടെ സഫ എന്ന കുട്ടി ആരാ? ഓക്കെ, അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഓതി തുടങ്ങി ഇങ്ങനെ പോയി അവസാനം സൂറത്തുൻ നാസ് വരെ ഓതുന്ന ആൾക്കാർക്ക് ദറജ കൂടി കിട്ടും എന്നാ പറയണത്. അപ്പൊ നമ്മൾ ഖുർആൻ ഓതണം. ഓക്കെ, ഞാൻ ഖുർആനിൽ മൊത്തം അക്ഷരങ്ങൾക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഓതിക്കഴിഞ്ഞാൽ ഗുണം പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഖുർആൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം കേട്ടവരാരാ? അതിന്റെ ഒരു പുണ്യം, ഖുർആൻ വായിക്കുമ്പോഴുള്ള പുണ്യം എന്താ? പറഞ്ഞോ. മൈക്ക് വേണം. നമ്മൾ പറയുന്നത് നമ്മളുണ്ടല്ലോ പറയുന്നത് ഉറക്കെ പറയണം. മനസ്സിലായില്ലേ? പണ്ട് മലപ്പുറം ഭാഗത്ത് ഒരു കോളേജില് ക്യാമ്പസിലെ കുട്ടികൾ ഭയങ്കര അടി. കേട്ടിട്ടുണ്ടോ കഥകള്? കേട്ടിട്ടുണ്ടോ? ഭയങ്കര തല്ല്. അപ്പൊ ഏതോ പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു, സാറേ ഇവിടെ ആൺകുട്ടികൾ തല്ലൂടാണെന്ന്. അതിൽ ജീപ്പിലൊരു പോലീസുകാരൻ എന്നേക്കാളും ഹൈറ്റും വലിപ്പുള്ള നല്ല തൊപ്പിയൊക്കെ വെച്ചിട്ട് ഭയങ്കര കട്ടിമീശ ആയിട്ടുള്ള ഒരാള് ജീപ്പിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയ എല്ലാ ആൺകുട്ടികളും ഓടി. ഓ ഇതെന്തൊരു മനുഷ്യനാണ് പറഞ്ഞിട്ട് പേടിച്ചോടി. ഇവിടെ ഒരു ലാത്തി ഇങ്ങനെ പിടിച്ചിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. എന്താ വെച്ചേ? എന്താ പ്രശ്നം? അത് സൗണ്ട് കേട്ടോടുകൂടി തല്ലുണ്ടാക്കിയ കുട്ടികളൊക്കെ ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് തന്നെ വന്നു. കാരണം തടി വലിപ്പുണ്ടായിട്ട് കാര്യമില്ല, സൗണ്ട് വേണം. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പടക്കോഴികള് മുട്ടന്ന് കേട്ടിട്ട് നിങ്ങള്? ചെറിയ പടക്കോഴികൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ വിളിച്ചു പറയും. ഭയങ്കര വിളിച്ചു പറയലായിരിക്കും. ചെറിയ മുട്ടായിരിക്കും, പക്ഷെ ആന പ്രസവിച്ചെന്നാലും കേൾക്കൂല. അപ്പൊ ഇട്ട് ശബ്ദം ഉണ്ടാക്കണം. ശബ്ദം ഉണ്ടാക്കിയാലേ നമുക്ക് ആളുകൾ പറഞ്ഞ കേൾക്കുള്ളൂ. മനസ്സിലാകുന്നുണ്ടെങ്കില്? അപ്പൊ ഞാൻ ചോദിച്ച വിഷയം ഇതാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതി കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ എവിടെയാണോ നമ്മൾ ഓതി നിൽക്കുന്നത് അവിടെ ആയിരിക്കും നമ്മുടെ സ്വർഗത്തിലെ സീറ്റ്. അപ്പൊ ഒരു ഹർഫ് വായിച്ചു കഴിഞ്ഞാൽ ഖുർആനിൽ പ്രത്യേകമായിട്ട് പുണ്യമുണ്ട് എന്ന് പറഞ്ഞത് ഏതാ? ഒരു ഹർഫ് വായിച്ചാൽ എത്ര പുണ്യം കിട്ടും? എത്ര പറഞ്ഞോ? 10 പുണ്യം. അതാരാ പറഞ്ഞേ? ഇവള് പറയണേ കേട്ടു. ശബ്ദത്തിൽ പറഞ്ഞില്ല, ഇവള് പറഞ്ഞേ കേട്ടു. ഇവൾക്കാര് കൈയ്യെടുക്ക്. 2ാമത്തെ സമ്മാനം വിളിക്കാം. 10 പുണ്യമാണുള്ളത്. ഓക്കെ, ഞാൻ പെട്ടെന്നൊരു വർക്ക് തരാം. നിങ്ങൾ പറഞ്ഞു തരണം. ഖുർആനിൽ മൊത്തം ഹർഫുകൾ എത്രയാണ് എന്നുള്ളത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. മൊത്തം എത്ര ഹർഫുണ്ട് എന്നുള്ളത്. അതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ 3,27,792 എഴുതി വെച്ചോ. 3,27,792 വേഗം എഴുതി വെക്കേ. എന്താണ് നിങ്ങള് 3,27,792 എഴുതി വെച്ചില്ലേ? പെട്ടെന്ന് ഉത്തരം തരുന്ന ആൾക്ക് സമ്മാനം ഉണ്ട്. അതാണ് ഖുർആനിലെ മൊത്തം ടോട്ടൽ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്, ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഒരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര പുണ്യം കിട്ടും? 10-2 മുമ്പ് പറയണം. 1 2 3 4 5 6 7 8 9 10. ഇനി ഒരിക്കൽ കൂടി സമയം തരാം. ഇത്രയും ലെറ്ററുകളല്ലേ ഖുർആനിലുള്ളത്. ആ ഖുർആനിലെ ലെറ്ററുകൾ ഒരു ആവർത്തിച്ച് വായിച്ചാൽ ടോട്ടൽ എത്ര പുണ്യം കിട്ടും? എഴുതി കഴിഞ്ഞാൽ എഴുന്നേറ്റിക്ക. എഴുതി കഴിഞ്ഞവർ എഴുന്നേറ്റ് നിൽക്കുക. എഴുതി കഴിഞ്ഞവർ എഴുന്നേറ്റ് നിൽക്കുക. ടോട്ടൽ എണ്ണം കിട്ടിയ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുക.
എഴുതി കഴിഞ്ഞവർ എഴുന്നേറ്റ്. ഓക്കെ, വായിക്ക. എത്ര സമയമില്ല. ആ ഇൻറ്റു 10 നാക്കിയാൽ നമ്പർ കിട്ടൂലേ? അത്രയും ലെറ്റേഴ്സ്. അപ്പോ 32 ലക്ഷത്തിലധികം പുണ്യം ഒരാവർത്തിച്ച് വായിച്ചാൽ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഈ പുണ്യം എന്തിനാ നമുക്ക്? എന്തിനാ പുണ്യം? വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ നന്മകളെല്ലാം ഒരു ത്രാസിൽ വെക്കും, തിന്മകളെല്ലാം ഒരു ത്രാസിൽ വെക്കും. എന്നിട്ട് ഏറ്റവും കൂടുതൽ കനം തൂങ്ങിയത് ഏതിനാണോ അതിനനുസരിച്ചാണ് സ്വർഗപ്രവേശം. അപ്പൊ ത്രാസിൽ ഇങ്ങനെ തൂക്കുമ്പോ ഇങ്ങോട്ട് നോക്ക്, ത്രാസിൽ ഇങ്ങനെ തൂക്കുമ്പോ തിന്മയാണ് കനം തൂങ്ങിയതെങ്കിലോ സ്വർഗത്തിലേക്ക് എൻട്രൻസ് ഇല്ല. നന്മയാണ് കനം തൂങ്ങി നിൽക്കേണ്ടത്, അവർക്ക് എന്തുള്ളൂ? സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പൊ നമ്മളിപ്പോ കഴിച്ചിലാവും എന്നൊക്കെ കരുതുന്നുണ്ടാവും പല ആൾക്കാരും, എങ്ങനെയെങ്കിലും കഴിച്ചിലാവും എന്നൊക്കെ. ചില ആൾക്കാർ, ഞാൻ നാളെ മദ്രസ പഠിക്കുന്ന ഒരു കുട്ടീനോട് ചോദിച്ചു, എന്ത് സ്വർഗത്തിലാണ് നരകത്തിലാ ചോദിച്ചു. ഞാൻ സ്വർഗത്ത് പോകുന്ന പറയാം. അപ്പൊ ഭയങ്കര കച്ചറാണ്, ഒന്നും വായിക്കൊന്നുമില്ല. ഞാൻ സ്വർഗത്ത് പോകുന്ന പറഞ്ഞത്. അപ്പൊ അവന്റെ ഐഡിയ എന്താണെന്നറിയോ? അവൻ പറഞ്ഞത്, ഞാൻ സ്വർഗത്ത് പോകും. അപ്പൊ എങ്ങനെ സ്വർഗത്ത് പോകാറ്? ഞാൻ നേരെ പരലോകത്ത് നിന്ന് കുപ്പായ ഊരിയിട്ട് നേരെ നരകത്തേക്ക് ഇങ്ങനെ നടക്കും എന്നറിയാം. അപ്പൊ മലക്കുകളും ഒക്കെ വിളിച്ചാ എവിടെക്കടാ പോകണം. അപ്പൊ ഞാൻ നരകത്ത് പോകണം അറിയും. അത് നരകത്ത് പോകണ ഇജ്ജൊന്നല്ല തീരുമാനിക്കുക, അല്ല തീരുമാനിക്കും. പോടാ സ്വർഗത്തേക്ക് പറഞ്ഞിട്ട് എന്നെ വിടുന്നാണ് ഓന്റെ ധാരണ. അങ്ങനെ കുറുക്ക് വഴിയിലൂടെ ഒന്നും പോവാന് സ്വർഗത്തിലേക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്യുക, ഉള്ള സമയത്തൊക്കെ നന്മകൾ ചെയ്യുക, ഉമ്മാനും വാപ്പാനും നോക്കുക, അയൽവാസികളോട് പുഞ്ചിരിക്കുക, അവർക്ക് നന്മകൾ ചെയ്യുക, സമൂഹത്തിൽ പ്രയാസമുള്ളവരുടെ കണ്ടെത്താൻ ശ്രമിക്കുക, അവർക്ക് കഠിനാധ്വാനം ചെയ്യുക, ഖുർആൻ വായിക്കുക, നമസ്കരിക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, നോമ്പ്, ഇങ്ങനെ നന്മകൾ ഇങ്ങനെ ചെയ്ത് നമ്മുടെ ത്രാസിലേക്ക് എന്ത് ചെയ്യണം? നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ നന്മകൾ ഉണ്ടാക്കിയ ചില കാര്യമുള്ളൂ. ഇപ്പൊ ഉമ്മമാര് രക്ഷപ്പെടുത്തുന്ന ഒരു ധാരണ ഉണ്ടാവും ചിലപ്പോ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു അപ്പുള്ളൂ, ഉമ്മാക്കും വിശക്കുണ്ട്, നമുക്കും വിശക്കുണ്ട്. ഉമ്മ എന്താ ചെയ്യാ? ഉമ്മടുത്ത് തിന്നോ? അത് മക്കൾക്ക് കൊടുക്കാണ് ഉമ്മമാര് ചെയ്യുക അല്ലേ? അപ്പൊ പരലോകത്ത് നാളെ അങ്ങനെ ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മക്കളുടെ ഇങ്ങനെ ത്രാസിൽ ഇങ്ങനെ അളവ് തൂക്കി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഉമ്മമാർ ഇത്രയും സ്നേഹമുള്ള, അപ്പൊ ബോട്ട് അപകടം ഉണ്ടായില്ലേ, നോർത്ത് ഇന്ത്യയിൽ ഒരു ബോട്ട് അപകടം ഉണ്ടായി. ആ ബോട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നോക്കുമ്പോൾ ഒരമ്മ ഒരു കുട്ടിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്, വെള്ളത്തിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലേ? അങ്ങനെ ഒരു ഉമ്മമാരങ്ങനെയാണ്. പക്ഷെ നാളെ പരലോകത്ത് ഇങ്ങനെ ത്രാസിൽ തോക്കുമ്പോൾ ഉമ്മമാര് നോക്കൂല എന്നാ പറയണത്. നോക്കിയാൽ എന്താ കുഴപ്പം? ഈ കുട്ടി പറയും, ഉമ്മ നിങ്ങളെത്തെ തഹജ്ജുദ് നിസ്കരിച്ചത്, ഖുർആൻ ഓതിയിട്ട് കുറെ പുണ്യങ്ങൾ എക്സ്ട്രാ അധികമല്ലേ, അതിലത്തൊന്ന് ഇതിലേക്ക് ഇട്ട് തരുമോ എന്ന് മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മാർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ മക്കളുടെ ത്രാസുകൾ തൂക്കുന്ന സമയത്ത് ഉമ്മമാർ അവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഉമ്മമാർ ഒഴിഞ്ഞു പോകുന്നതാണ്. കാരണം കുട്ടികൾ ചോദിച്ചാൽ അഥവാ കൊടുക്കാൻ തോന്നിയാലോ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മമാർ പോകുന്ന പറയുന്നത്. കാരണം നരകം എന്നുള്ളത് ഒരു രക്ഷയില്ലാത്ത കാര്യമാണ്. സ്വർഗം എന്നുള്ളത് ഭയങ്കര അനുഭവമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആരും നന്മകൾ ബാക്കിയുള്ളവർക്ക് അവിടുന്ന് കൊടുക്കൂല. ഇവിടുന്ന് വേണമെങ്കിൽ കൊടുക്കും എല്ലാവരും, പക്ഷെ പരലോകത്ത് വെച്ച് കൊടുക്കൂല. അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം, പണിയെടുക്കണം. അപ്പൊ അള്ളാഹു ഓഫറായിട്ട് തരുന്നൊരു കാര്യമാണ് എന്ത്? നമ്മൾ ജസ്റ്റ് ഒന്ന് ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന കാര്യം, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം. എത്ര പുണ്യാണ് ഒരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത്? എത്രയാണ്? എടാ നമ്മളിവിടെ പറഞ്ഞില്ല കണക്ക് പ്രകാരം. എത്ര 32 ലക്ഷത്തിലധികം വന്നു. മനസ്സിലായില്ലേ? 32 ലക്ഷത്തിലധികം വന്നു. അപ്പോൾ നമ്മൾ ആ പുണ്യം നേടണ്ടേ? അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് പ്ലാൻ ചെയ്യാണ്. മുസ്ഹഫിൽ മൊത്തം എത്ര പേജുകളുണ്ട്? മുസ്ഹഫിൽ ഒരു ഖുർആൻ ഒരു ആവർത്തി നമുക്ക് ഒരു കൊല്ലം കൊണ്ട് തീർക്കാന്ന് പ്ലാൻ ചെയ്യാം. ഒരു മാസം കൊണ്ട് വേണ്ട, ഒരു കൊല്ലം കൊണ്ട് ഇങ്ങനെ വായിച്ചു തീർക്കാൻ നമുക്ക് പ്ലാൻ ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? റെഡി ആണെന്നെങ്കിൽ എല്ലാവരും എഴുന്നേറ്റുന്നവർക്ക് ഒരു ഐ ആം റെഡി എന്ന് പറയും. എല്ലാവരും എഴുന്നേറ്റ് വായിക്ക്. എല്ലാവരും എഴുന്നേറ്റിക്കടാ, എഴുന്നേറ്റിക്കടാ. ഒരു കൊല്ലം കൊണ്ട് ഞാൻ ഖുർആൻ വായിച്ചു തീർക്കും. ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഇങ്ങോട്ട് നോക്കെ വായിച്ചു തീർക്കും. ഇങ്ങോട്ട് നോക്കെ
ഒരു പ്രാവശ്യം ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരു കൊല്ലം കൊണ്ട്, റമദാൻ ഒഴിവാക്കുക, റമദാൻ നമ്മൾ കുറെ കൂടുതൽ വായിക്കും, അതിന് പുറമെ ഒരു കൊല്ലം ഒരാവർത്തിയെങ്കിലും ചുരുങ്ങിയത് വായിക്കും. റെഡിയല്ലേ എല്ലാവരും? റെഡിയല്ലേ? ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് തീരുമാനം എടുത്തോക്ക്. കണ്ണടച്ചിട്ട് ഒന്ന് തീരുമാനം എടുക്കുക. നിങ്ങള് ഒരാവർത്തി ഖുർആൻ വായിച്ചു തീർക്കും. കണ്ണടച്ചിട്ട് തീരുമാനം എടുക്ക്. എന്നിട്ട് എങ്ങനെയാണ് ഞാൻ തീർക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. ഞാൻ 1, 2, 3 പറയുമ്പോഴേക്കും എല്ലാവരും കണ്ണടക്കണം. എന്നിട്ട് ഞാൻ 10 വരെ എണ്ണുമ്പോഴേ നിങ്ങൾ തുറക്കാവൂ. 1, 2, 3 കണ്ണടച്ചോളൂ. കണ്ണടച്ചിട്ട് തീരുമാനം എടുക്കുക. 1 വർഷം കൊണ്ട് ഖുർആൻ വായിച്ചു തീർക്കുമെന്ന് പ്ലാൻ ചെയ്യും. എങ്ങനെ തീർക്കണം ഞാൻ പറഞ്ഞുതരാം. കണ്ണ് തുറക്കാൻ ഞാൻ പറയുന്ന സമയത്ത് തുറക്കാവൂ. 10 വരെ എണ്ണു, അപ്പോഴേ തുറക്കാവൂ കേട്ടോ. മുസാഫൊക്കെ മനസ്സിലേക്ക് വരട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 തുറന്നോളൂ. വായിച്ചു തീർക്കാൻ പ്ലാൻ ചെയ്തില്ലേ? ആരും പ്ലാൻ ചെയ്തിട്ടില്ല 1 വർഷം കൊണ്ട് തീർക്കുന്നു. പ്ലാൻ ചെയ്യാത്തവരുണ്ടോ? എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്, എല്ലാവരും ഇരിക്കും. അതെങ്ങനെ തീർക്കണ്ടേ ഞാൻ പറഞ്ഞുതരാം. 600 എത്ര മുസാഫിൽ എത്ര പേജുകൾ ഉണ്ട് നിങ്ങൾക്ക് അറിയോ? മുസാഫിൽ എത്ര പേജുകളുണ്ട്? എത്ര പേജുകളുണ്ട്? എത്ര പേജുണ്ട്? ഇവിടെ ഒരു മുസാഫ് ഉണ്ടോ? ഇവിടെ ഒരു മുസാഫ് ഉണ്ടോ? ഒരു മുസാഫ് ഇവിടെ അല്ല. ഒരു മുസാഫ് ഇവിടെ അല്ല. ഖുറാനിൽ മൊത്തം എത്ര പേജ് ഉണ്ടാവും? ടീച്ചർ അതൊന്ന് നോക്കി നോക്കി. മുസാഫില് മൊത്തം എത്ര പേജ് ഉണ്ട്? 600 എത്ര? 690 ഇല്ല. മുസാഫിന്റെ ലാസ്റ്റ് പേജ് നമ്പർ നോക്ക്. കൃത്യം 630 ഇല്ല. 630 പേജില്ല. എത്ര ടീച്ചറെ? 604 പേജാണുള്ളത്. എത്ര പേജാണുള്ളത്? പേജുകൾ എത്രയാണുള്ളത്? ഓക്കെ, 604 പേജുകൾ ഉണ്ടെങ്കിൽ ഇതാണ് ചോദ്യം. ആ ചോദ്യം ഇതാണ്. 365 ദിവസമാണ് ഒരു വർഷം അല്ലേ? ആ 365 ദിവസങ്ങളിൽ ആ 365 നിന്ന് നമുക്ക് ഒരു മാസം കുറയ്ക്കും. 30 ദിവസം കുറയ്ക്കും. 350 പിന്നെ എത്ര? 365 30 കുറച്ചാൽ എത്ര? 365 30 കുറച്ചാൽ എത്ര? 335. കാരണം ഒരു മാസം നമ്മൾ റമദാനിൽ കൊടുക്കണം, അതിൽ കൂട്ടണ്ട. 335 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര പേജ് വായിക്കേണ്ടി വരും? വേഗം ഡിവൈഡ് ചെയ്ത്. ഖുർആനും അറബിയൊന്നുമല്ല. 335 ദിവസമാണുള്ളത്. 604 പേജാണുള്ളത്. ഒരു ദിവസം എത്ര പേജ് വായിക്കേണ്ടി വരും? അല്ല, കൃത്യപ്പെടുത്തണം. കൂട്ടിയോക്ക് ഗുണിച്ചോക്ക് അതിന്റെ കണക്കറിയില്ലേ? എത്ര? 3 പേജ് വായിക്കണോ? വേണ്ട, 3 പേജ് ഒന്നും വായിക്കണ്ട. എത്ര? 1.5 പേജ് വേണോ? 1.5 പേജ് അല്ലേ? എത്ര പേജ്? കണക്കറിയണമല്ലോന്നില്ല. എത്ര കുട്ടികൾക്ക്? മൊബൈലിൽ കുട്ടികൾക്ക് മൊബൈലിൽ നോക്കി നോക്ക്. എത്ര പറയും? എങ്ങനെയാണ് എന്റെ കണക്ക് നോക്കണ്ടേ? ഒന്നേ 1/4 പേജ് വായിച്ചാൽ മതി. 1/4 പേജ്. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞത് 1.5 ആക്കിക്കോളൂ. 1.5 പേജ് ഒരു ദിവസം വായിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് സമയം കണ്ടെത്തുക? എടാ ആലോചിച്ചു. 5 നേരം നിസ്കരിക്കുന്നില്ലേ? 5 നേരം നിസ്കരിക്കുന്ന ആളുകൾക്ക് സുഖമായിട്ട് നിസ്കാരത്തിന് മുമ്പോ ശേഷം ഒരു 3 ആയത്ത് വായിച്ചാൽ തീരുന്നേ ഉള്ളൂ. ഇനി അങ്ങനെ പ്ലാൻ ചെയ്യാൻ കഴിയില്ല. സ്കൂളിലേക്കും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ മുസാഫ് എടുത്ത് ഓതാൻ കഴിയില്ല. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ആളുകളാണ്. നമുക്കത് രാവിലെയും രാത്രിയായിട്ട് ചുരുക്കിക്കൂടെ? രാവിലെയും രാത്രി സുബ്ഹിന് ശേഷം ഒരു 3/4 പേജ് വായിക്കുക, മഗ്‌രിബിന് ശേഷം ഒരു 3/4 പേജ് വായിക്കുക. ഇനി അതിനൊന്നും സമയം കിട്ടാത്ത രാവിലെ മദ്രസയിലേക്ക് ഓടുന്നവരുണ്ടാവും, ട്യൂഷന് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ പ്രയാസമുള്ള ആളുകൾ ദിവസം ഏതെങ്കിലും ഒരു നേരം നിർബന്ധമായിട്ട് 1.5 പേജ് വായിക്കാൻ എത്ര മിനിറ്റ് എടുക്കേണ്ടി വരും? ആകെ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ 10-ൽ താഴെയുള്ള സമയം ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു ദിവസം 10 മിനിറ്റ് ഖുർആൻ വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ?
ഇത് ആരുടെ വാക്കാണ്? ഈ വാക്ക് ആരുടേതാണ്? പടച്ചോന്റെ വാക്കല്ലേ? പടച്ചോന്റെ വാക്കല്ലേ ഖുർആൻ? ആ പടച്ചോന്റെ വാക്ക് ദിവസവും ഒരു 10 മിനിറ്റ് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പടച്ചോനല്ലേ ഇത് സങ്കടമാകുക? പടച്ചോനല്ലേ തൃപ്തി ഇല്ലാണ്ടാകുക? അല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ പിന്നെ ഉമ്മാര് ഓള് പറയണമെന്ന് കേൾക്കില്ല, ഞാൻ പറയണമെന്ന് കേൾക്കില്ല, ഉമ്മാർക്ക് ഭയങ്കര സങ്കടമാണ്, ഉപ്പാർക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പൊ നമ്മളെ പടച്ച അള്ളാഹുവിന്റെ വാക്ക് ദിവസവും ഒരു 10 മിനിറ്റ് ആ വാക്ക് പറയുന്നത് കേൾക്കുക, പടച്ചോന്റെ വാക്ക് കേൾക്കുക എന്നുള്ളത് തീരുമാനം എടുക്കൂല നിങ്ങള്? അപ്പൊ ഞാൻ 3 പ്രധാനപ്പെട്ട കാര്യമാണ് ഖുർആൻ വായിക്കാൻ പറഞ്ഞത്. ഒന്ന്, ജസ്റ്റ് ഖുർആൻ വായിച്ചാൽ ഒരു ഹർഫിന് എത്ര പുണ്യമുണ്ടാകും? കുല്ലി ഹർഫിൻ അശ്റത്ത് വൽ അശ്റു ബി അംസാലിഹ. ഒന്നിന് 10 പുണ്യമാണുള്ളത്. ഒരു ഹർഫിനാണ് പുണ്യമുള്ളത്. ഓരോ പുണ്യത്തിനും കൂട്ടുമ്പോൾ അത് 10 പുണ്യമുള്ളതായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പൊ അത് നമ്മള് മൊത്തം ഖുർആനിൽ വന്ന ലെറ്ററുകൾ ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ 32 ലക്ഷത്തിലധികം പുണ്യമുണ്ട്. കൃത്യപ്പെടുത്തി കഴിഞ്ഞാൽ എത്രയുള്ളത്? പറഞ്ഞോ. ഓക്കെ, അത്രയും അക്കം വരുന്ന പുണ്യമാണ് കിട്ടുന്നത്. അത് നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടും. ജസ്റ്റ് അത് വായിച്ചാൽ തന്നെ തരും. അത് തീർക്കാൻ നമുക്ക് 604 പേജുള്ള മുസ്ഹഫ് ഒരു വർഷത്തിലെ റമദാൻ നമ്മൾ ഒഴിവാക്കിയാൽ 335 ദിവസമാണ് ഉണ്ടാകുക. 335 ദിവസം, ഒരു ദിവസം 1.5 പേജ് വായിച്ചു കഴിഞ്ഞാൽ വായിച്ചു തീർക്കാൻ കഴിയും. അത് 2 നേരമാണെങ്കിൽ 3/4 പേജ് വായിച്ചാൽ മതി. അങ്ങനെയെങ്കിലും നമ്മൾ വായിച്ചു തീർക്കാൻ ശ്രദ്ധിക്കും. എല്ലാവരും റെഡി അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്രമാത്രം സൗഭാഗ്യത്തിലാണ്, എത്രമാത്രം അനുഗ്രഹത്തിലാണ്. ഇതൊന്നുമില്ലാതെ ഭക്ഷണമല്ല, പാർപ്പിടല്ല, ഇതൊന്നുമില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗസയിലെ കുട്ടികളെ കണ്ടിട്ടില്ലേ? ഗസയിലെ സ്ത്രീകളെ കണ്ടിട്ടില്ലേ? പുരുഷന്മാരെ കണ്ടിട്ടില്ലേ? ഇതൊന്നുമില്ല. മദ്രസക്കാർ പോകാൻ സൗകര്യമില്ല. 3 കൊല്ലമായിട്ട് ബോംബുകൾ, മിസൈലുകളായിരുന്നു. അവർ ആ സമയത്തും ഖുർആൻ ഒഴിവാക്കിയിട്ടില്ല. യുദ്ധം നിർത്തി. 1 കൊല്ലം കഴിഞ്ഞപ്പോ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഭീകര രാഷ്ട്രം, അമേരിക്ക എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം പറഞ്ഞു 10 ദിവസത്തിന് യുദ്ധം നിർത്തുകയാണ്. 10 ദിവസത്തിന് യുദ്ധം നിർത്തുകയാണ്. ഭക്ഷണമല്ല, വെള്ളമല്ല. എന്താ ഈ കുട്ടികൾ ആദ്യം ചെയ്യുക? എന്താണ് ഉമ്മയും ഉപ്പയും ആദ്യം ചെയ്യുക? ഗസയിലെ കുട്ടികൾ ആദ്യം എന്താ ചെയ്യുക? അവർ ഭക്ഷണം തേടിപ്പോവും, അതല്ലേ ചെയ്യുക? ഓക്കെ, അതൊക്കെ തേടിപ്പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ നാട്ടിൽ നടന്ന ആ 10 ദിവസം വെടിനിർത്തൽ കിട്ടിയപ്പോൾ അവർ ആദ്യം ചെയ്തത് ഹാഫിദുകളായ ആളുകളെ വിളിച്ചു ചേർത്ത് ആദരിക്കുകയാണ് ചെയ്തത്. എന്താ അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്ത് പട്ടാളം വന്നിട്ടും കാര്യമില്ല, എന്ത് ഭീകരമാര് വന്നിട്ടും കാര്യമില്ല. പടച്ചോന്റെ കലാമ് ഹൃദയത്തിലേറ്റിയ ജനതക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. അവർ വല്ലാത്ത ഉറപ്പുള്ള ആളുകളാണ്. പ്രതിസന്ധികളും തരണം ചെയ്യാൻ കഴിയും. അവർ ആത്മഹത്യ ചെയ്യില്ല. വേണമെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി ആത്മഹത്യ ചെയ്യായിരുന്നു പേടിച്ചോടിയിട്ട്. പക്ഷെ ആ പടച്ചോനാണ് നമ്മോട് പറയുന്നത്. അവിടെ ഒരു വീഡിയോ വന്നിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അന്ന് ഒരു ഉമ്മാന്റെ അടുത്തേക്ക് ഒരാൾ ഇങ്ങനെ ക്യാമറ കൊണ്ട്, അൽ ജസീറന്റെ ക്യാമറ കൊണ്ട് ഇങ്ങനെ പോവാണ്. അവരുടെ വാർത്തകൾ എന്തൊക്കെയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീടൊക്കെ പോയി ബോംബുണ്ട്. അപ്പൊ അവരോട് പറയണം, നിങ്ങൾ ഞങ്ങളുടെ വാർത്തകളൊന്നും അൽ ജസീറയിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നാട്ടുകാരോട്, ലോകത്തോട് ഞങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു ബോധ്യമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, ഞങ്ങളെ കുറിച്ചിട്ട് അള്ളാഹു ഞങ്ങളെ കുറിച്ചിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് മതി ഞങ്ങൾക്ക്. അതെന്താ അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത്? ആ സ്ത്രീ പിന്നെ ഖുർആൻ പാരായണം ചെയ്യണം. നിങ്ങളെ എന്തായാലും ഞാൻ പരീക്ഷിക്കും. ശ്രദ്ധിക്ക്, നിങ്ങളെ എന്തായാലും ഞാൻ പരീക്ഷിക്കും. എങ്ങനെ? നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ മരണപ്പെടും, ഭക്ഷണം കിട്ടാണ്ടാവും, വസ്ത്രമില്ലാണ്ടാവും, വെള്ളമില്ലാണ്ടാവും, എല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തന്നെ ഞങ്ങളോട് പറഞ്ഞതാണ്. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഒരു പരലോകത്തേക്കും ദുനിയാവിലേക്കും സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് അള്ളാഹു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനാ ഞങ്ങൾ ദുഃഖിക്കുന്നത്? ഞങ്ങൾക്ക് ഈ കഷ്ടപ്പാടുകളൊക്കെ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്നത് സന്തോഷം നൽകാനാണെന്ന് അള്ളാഹു പറയുമ്പോ പിന്നെന്തിനാണ് ഞങ്ങൾ ദുഃഖിക്കുന്നത് എന്നാണ് ആ സ്ത്രീയുടെ ചോദ്യം. അതെങ്ങനെ ആ ധൈര്യം കിട്ടിയത്? നിരന്തരമായിട്ട് ഖുർആനോടുള്ള ബന്ധമാണ്. കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാൻ ഒന്നുകൂടി അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവിടെ യുദ്ധമുണ്ടായ സമയത്ത് ഭക്ഷണമൊന്നും ഇല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് ഈജിപ്തിലെ കുറെ ആളുകൾ സാധനം ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്? ഈജിപ്തിലെ കുറെ ആളുകൾ ഒരു കാര്യം ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. ആർക്കാ ഓർമ്മ ഉള്ളത്? ഈജിപ്തിലെ കുറെ ആളുകൾ കൂടിയിട്ട്
അവർക്ക് ഭക്ഷണം കിട്ടാതിരുന്നപ്പോൾ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നവര്. ആർക്കത് ഓർമ്മ ഉള്ളത്? കപ്പലിലൂടെ കപ്പലിലൂടെ സുമൂദ് ഫ്ലോട്ടില എന്ന് പറഞ്ഞിട്ട് ഒരു ടീം, അത് ഈജിപ്തുകാർ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ആൾക്കാരും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കപ്പലിൽ പോയി. ഓക്കെ, അതൊരു കാര്യം. ഒരു കൈയ്യടി കൊടുക്കോൾക്ക്, കൈയ്യടി കൊടുക്ക്, ഒരു കൈയ്യടി കൊടുക്കോൾക്ക്. പിന്നെ ചുറ്റുഭാഗത്തുള്ള ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെ കാര്യം മാത്രമല്ല ശ്രദ്ധിക്കുന്നത്. അതല്ലാത്ത വേറെ കാര്യം ഈജിപ്തുകാർ മാത്രം ചെയ്ത കാര്യം എന്തായിരുന്നു പറഞ്ഞാല്, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ, ശ്രദ്ധിക്കണം, അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. ഭക്ഷണം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ കുപ്പിയില്, ഈജിപ്തുകാരൊക്കെ എന്ത് ചെയ്തു പറഞ്ഞാല് പയറ്, ഗോതമ്പ്, മറ്റുള്ള ധാന്യങ്ങളൊക്കെ കുപ്പിയിൽ ഇങ്ങനെ നിറച്ചിട്ട് ഈജിപ്തിലെ കടൽ തീരത്തൂടെ അവരെല്ലാം കുപ്പിയിൽ എന്ത് ചെയ്തു പറഞ്ഞാല്, ഇസ്രായേലൊക്കെ പിടിച്ചെടുക്കല്ലേ, അപ്പൊ ഈ കുപ്പിയിൽ ധാന്യങ്ങളായിട്ട് ഇങ്ങനെ ഒഴുക്കി വിടുകയാണ് അവര്, ഈജിപ്തുകാര്. പക്ഷെ ഒഴുക്കി വിട്ടപ്പോ ഇവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്താ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേലിന്റെ പട്ടാളം എല്ലാ കടലിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നോക്കി തോക്ക് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്തൊഴുകി വന്നാലും അവരെടുക്കും, ഗസക്കാർക്ക് കൊടുക്കൂല. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഈജിപ്തുകാരത്ത് ഇങ്ങനെ ഒഴുക്കി വിടുന്നത്, ധാന്യം കുപ്പിയിൽ അടച്ചിട്ട് ഒഴുക്കി വിടുന്നത്. പക്ഷെ ഒഴുക്കി വിടുമ്പോ അവിടുത്തെ ആളുകൾ പറഞ്ഞത് എന്താണെന്നറിയോ? യാ മൻ ഫറഖ്തൽ ബഹ്റ ലിമൂസ, മൂസാ നബിക്ക് അള്ളാഹു കടലിൽ പിളർത്തി കൊടുത്തില്ലേ? കടലിൽ പിളരുവോ? പക്ഷെ അള്ളാഹു പിളർത്തി കൊടുത്തു അതിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി, അല്ലേ? അങ്ങനത്തെ അള്ളാഹു ആണ് നീ, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ കുപ്പി അവിടെ ഇസ്രായേൽ അവരവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കുപ്പിയിലെ ധാന്യങ്ങൾ പടച്ചോനെ അവർക്ക് എത്തിച്ചു കൊടുക്കണേ, ഗസക്കാർക്ക് എത്തിച്ചു കൊടുക്കണേ പറഞ്ഞു വിട്ടത്. എത്തുവോ? അപ്പൊ ഒരാൾക്ക് സംശയം ഉണ്ടായിരുന്ന ഒരാള് അതിൽ എഴുതിയിട്ടു, അതിന്റെ കടലാസിൽ എഴുതി വിട്ടു, എന്റെ പേര് എന്താണ് പേര്, അബ്ദുറഹീം, അങ്ങനെ എന്താണ് പേര്, എന്റെ പേര് ഇന്നതാണ്, എന്റെ വാട്സപ്പ് നമ്പർ ഇതാണ്. നിങ്ങൾക്ക് ഈ ധാന്യം കിട്ടിയാൽ നിങ്ങൾ ഈ മൊബൈൽ ഫോണിലേക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയക്കൊണ്ടു, കിട്ടി എന്ന് പറഞ്ഞിട്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ എന്റെ പേരൊന്ന് പ്രസിദ്ധപ്പെടുത്താനല്ല, നിങ്ങൾക്ക് അവിടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അയച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി സമാധാനത്തിനാണ് എന്ന് പറഞ്ഞിട്ട് ആളെ എഴുതി വെച്ചിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ കുപ്പി ഗസയിലെ കടൽ തീരത്തിലെ ഒരു കുട്ടിക്ക് കിട്ടുകയാണ് ധാന്യം. ഞാൻ ഗസയിലെ കുട്ടികളെ അവരുടെ ധൈര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി പറയാണ്, അവരുടെ ധീരത, അവരുടെ ഇസ്സത്ത്. ആ കുട്ടി ആ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അയച്ച ധാന്യം ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളത് ഭക്ഷിച്ചു, അൽഹംദുലില്ലാഹ്. ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ, ഇതാണ് ആ കുട്ടി പറഞ്ഞത്, 5 വയസ്സുള്ള കുട്ടിയാണ്. ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ അള്ളാഹുവിനോട് ആദ്യം പറയുന്ന പേര് നിങ്ങളുടെ പേരായിരിക്കുന്ന. അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോ ആദ്യം പറയുന്ന പേര് നിങ്ങളുടേതായിരിക്കും എന്ന കുട്ടി പറയാൻ മാത്രം ഉറപ്പാണ്. അള്ളാഹിനെ കണ്ടുമുട്ടും, സ്വർഗമുണ്ട്, ഉമ്മാനും വാപ്പാനും നോക്കിയിട്ടില്ലെങ്കിൽ നരകം കിട്ടും എന്ന് കൃത്യമായിട്ട് ധാരണയുള്ള ഒരു കുട്ടികളാണ് ഈ ഖുർആൻ കേട്ടിട്ട് അതിനെ പിന്നാലെ കൂടുന്നത്. അതുകൊണ്ട് ഖുർആനിന്റെ ആളുകളായി മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൗമാരപ്രായക്കാരുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് അവരങ്ങനെ മുന്നോട്ട് പോവേക്കാരം. അവരെ കുറിച്ചിട്ട് പറയുന്നത് എന്താ അറിയോ? മാവ് പോലെയാണെന്നാണ്. എങ്ങോട്ട് കുഴച്ചാലും അങ്ങോട്ട് കുഴക്കും. അപ്പൊ ഒരു മാവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? ആ മാവ് കിട്ടിക്കഴിഞ്ഞാൽ ചപ്പാത്തിയാക്കാം, പൂരിയാക്കാം, അല്ലെ, ഗോതമ്പുണ്ടയാക്കാം. പിന്നെ ഇപ്പൊ ഒരു പുതിയൊരു സാധനം ഉണ്ടല്ലോ, പൊറോട്ടീന്ന് എന്താ പറയണേ, പൊറോട്ട ആക്കാം, കുബൂസാക്കാം. പിന്നെ വേറെ എന്തൊരു സാധനം ഉണ്ടല്ലോ ഇപ്പൊ പുതിയ, ഒരു മൈദോണ്ട് ഉണ്ടാക്കിയ നല്ല രസത്തില് മോമോസ്, അതുപോലെ തന്നെ വേറെ എന്തൊരു സാധനം കൂടി ഉണ്ട് ഇപ്പൊ. അപ്പൊ മാവ് കിട്ടിക്കഴിഞ്ഞാൽ പല കോളത്തിലേക്ക് ആക്കാം. അപ്പൊ നിങ്ങളെ മയക്കുമരുന്നിന്റെ ആളുകൾ നോക്കേ, നിങ്ങളെ മയക്കുമരുന്നിന്റെ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മയക്കുമരുന്നിന്റെ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവനെ മയക്കുമരുന്നനാക്കാൻ പറ്റും, കുട്ടിയാണ്, ഓന് വിളിച്ചെടുത്തേക്ക് വരും. അപ്പുറത്ത് വേറെ ഒരു തന്നെ നിൽക്കുന്നുണ്ടാവും, ഇവനെ മഹാമടിയനാക്കാൻ പറ്റിയതാണ്. പിശാച് ചുറ്റും കൂടെ ആരെ പിന്നാലായിരിക്കും? നമ്മളെ ഈ ചെറിയ പ്രായത്തിലുള്ള ആളുകളായിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്നെ അതിനൊന്നും കിട്ടൂല, എന്നെ വരച്ച വരയിൽ പോകേണ്ടത് ഖുർആന്, അള്ളാന്റെ കലാം എന്നോട് പറയണം, അതിലൂടെ എങ്ങനെ പോവാം, ഇന്ന എല്ലാ നേട്ടം കിട്ടും, എല്ലാ ഗുണം കിട്ടും, ദുനിയാവിലും കിട്ടും, പരലോകത്ത് കിട്ടും. ഖുർആന് പരലോകത്തേക്കുള്ളതാണോ ദുനിയാവിലേക്കുള്ളതാണോ? ദുനിയാവിലും ഗുണം കിട്ടും. ഖുർആൻ പിൻപറ്റി കഴിഞ്ഞാൽ എന്തോ ഇവിടുത്തെ പരലോകത്തുള്ളത് മാത്രല്ല, ദുനിയാവിലും ഖുർആൻ പിൻപറ്റിയാൽ ഗുണം കിട്ടും. ആർക്കൊരു ഉദാഹരണം പറയാൻ കഴിയാം? ഖുർആൻ പിൻപറ്റി കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ഗുണം കിട്ടുന്നുള്ളതിന് ചരിത്രത്തിലോ
അങ്ങനെ എന്തെങ്കിലും ഗുണം പറയാൻ കഴിയാർക്കാം? ഒരു ഗുണം പറയും. ഒരു ഗുണം ഖുറാൻ പിൻപറ്റി കഴിഞ്ഞാല്. ഞാൻ പറഞ്ഞ് ദീർഘസമയമല്ല, അതുകൊണ്ടാണ്. ആർക്കാ ഓർമ്മയുള്ളേ? ഇതാ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോ പെൺകുട്ടികളെ കല്യാണം, ഒരു ഉദാഹരണം പറയാം. പെൺകുട്ടികളുടെ ഉദാഹരണം പറയാം. കല്യാണം കഴിയണം. ചില ആൾ കരുതും എനിക്ക് സൗന്ദര്യമില്ല, എൻ്റെ വാപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ല, ഞങ്ങളെന്ന് ആരും നോക്കുന്നില്ല, എൻ്റെ കല്യാണം ഒന്നും കഴിയാൻ സാധ്യതയല്ല, അതുകൊണ്ട് പ്രേമത്തിലേക്കാണ് പോവുക, അതാണ് ബെസ്റ്റ്. ഞാൻ ഉദാഹരണം പറയാം. ഇന്നൊന്നും ആരും നോക്കൂല, കൊണ്ടുപോകില്ല, കല്യാണം ഒന്നും കഴിയില്ല. അപ്പൊ ഏതെങ്കിലും ചെങ്ങായിമാര് മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ അവന്റെ പിന്നാലെ പോവാ എന്ന് കരുതുന്ന പെൺകുട്ടികൾ ഉണ്ടാവും കരുതുക. ഞാൻ പറയാണ്, ഇതൊന്നും തീരുമാനിക്കണം നമ്മളല്ല. നിങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ടിട്ടില്ലേ? അല്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ടിട്ടില്ലേ? ഉമർ റളിയല്ലാഹു ആരാ? ഉമർ റളിയല്ലാഹു ആരാണ്? ഖലീഫ. മാഷാ അല്ലാഹ്, ഒരു കൈയോടെ എടുക്ക്. ഉമർ റളിയല്ലാഹു ഖലീഫയായിരുന്നു എന്നാണ്. അതൊക്കെ വലിയ വിവരം തന്നെയാണ്, വലിയ വിവരങ്ങളാണ് അതൊക്കെ കേട്ടോ. ഒരു ചെറിയ വിവരം ചെറുതായി കാണണ്ട, എല്ലാതും വലുതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തില് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് ബന്ധപ്പെടുത്താണ്. അപ്പൊ അവിടെ ഒരു പാൽക്കാരി പെണ്ണിനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു കഥ, പാൽക്കാരി പെണ്ണിന്റെ കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു പാൽക്കാരി പെണ്ണിന്റെ കഥ. നിങ്ങളൊക്കെ ഈ വാഴാറ്റു എന്ന് കേൾക്കണുള്ളൂ, വേറൊന്നും കേൾക്കുന്നില്ലേ? വാഴ 2, വാഴ 1 കേട്ടു പറയും. പാൽക്കാരി പെണ്ണിന്റെ കഥ ഇതാണ്. ദരിദ്രമായിട്ടുള്ള കുടുംബത്തിലാണ്, പാല് വിൽക്കലാണ് പണി, ഉമ്മാക്കും പണിയ തന്നെയാണ്. അപ്പൊ ഒരു സംഭവം നടക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ മോനെ ഇത് കഴിഞ്ഞിട്ട് കഴിയും, ഇത് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ചോദിക്കും നിങ്ങളോട് മാത്രം, 4 ആൾക്കാരോട് മാത്രം. അപ്പോ അതിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഉമ്മ പറയും പാലില് വെള്ളം ചേർത്തോ, നല്ല ലാഭം കിട്ടുക. അപ്പൊ കുട്ടി പറയും, ഉമർ റളിയല്ലാഹു നിയമം പാസ്സാക്കിയിട്ടുണ്ടല്ലോ, പാലില് വെള്ളം ചേർത്ത ശിക്ഷ കിട്ടും, പിടിക്കപ്പെട്ടാൽ. അപ്പൊ ഉമറൊന്നും അറിയില്ലല്ലോ, ഇത് ചേർത്തോ. അപ്പൊ ആ പെൺകുട്ടി എന്താ പറയാ? ഉമർ അറിഞ്ഞില്ലെങ്കിലും അള്ളാഹു അറിയുന്നുണ്ട്. അത് അള്ളാഹനെ വിചാരമുള്ള ഒരു പെൺകുട്ടിയല്ലേ. ആ പെൺകുട്ടിക്ക് പിന്നെ എന്താ സംഭവിച്ചത്? ആ ഒരൊറ്റ നിയമം അള്ളാഹനെ വിചാരിച്ച് ചെയ്തത് കൊണ്ട് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്, ഈ കഥ ഉമർ റളിയല്ലാഹുവിന് അറിയുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ മകൻ ആസിം റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ മകൻ ആസിം എന്ന് പറഞ്ഞാൽ ആരാന്നറിയാന്ന്? ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ ഈജിപ്ത്, കുവൈത്ത്, ഇറാഖ്, സൗദി അറേബ്യ, UAE, തുർക്കി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ സാമ്രാജ്യത്തിന്റെ, വലിയ രാജ്യത്തിന്റെ ഖലീഫയാണ്. ഏതെങ്കിലും ഒരു കുവൈത്തിന്റെ പ്രധാനമന്ത്രി ഒന്നല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ അധിപനാണ് ആരാര്? ഉമർ റളിയല്ലാഹു. ആ ഉമർ റളിയല്ലാഹുവിന്റെ മകൻ ആസിം റളിയല്ലാഹു അൻഹു ആണ് പിന്നെ ആ പെൺകുട്ടിനെ കല്യാണം കഴിക്കുന്നത്. അള്ളാഹനെ വിചാരിച്ചിട്ട് അള്ളാന്റെ നിയമങ്ങൾ പാലിച്ചു. ഹിജാബ് അള്ളാന്റെ നിയമമാണ്. അവിടെ പോയാൽ കുട്ടികളൊക്കെ ഓളൊരു ഈമാനിയാണ്, ഈമാനി. എന്ത് മഫ്തട്ടിക്കണത് എന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പൊ നമ്മൾ പേടിച്ചിട്ട് മഫ്ത കഴിക്കും. നേരെ വെച്ച് അള്ളാഹനെ വിചാരിച്ചിട്ട് എവിടെയും നമ്മൾ അള്ളാന്റെ നിയമങ്ങൾ പാലിച്ചാൽ, ഖുർആൻ പാലിച്ചു കഴിഞ്ഞാൽ എവിടെയും നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ. അത് പരലോകത്ത് മാത്രമല്ല, ഇവിടെയും നേട്ടം ഉണ്ടാവും. അതുകൊണ്ട് ഖുർആൻ വായിക്കുക, ഖുർആന്റെ ആളുകളായിട്ട് മാറുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഒരൊറ്റ സംഭവം അതിൽ പറയാണ്. മഹാനായ ഷെയ്ഖ് ഖർലാവി, ആ ഖർലാവി ആഫ്രിക്ക എന്ന് പറയുന്ന പ്രദേശത്ത് പോയിട്ട് ഖുർആൻ പഠിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം, ആ മത്സരത്തിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി പോയതാണ്. പല കാരണങ്ങൾ കൊണ്ടുപോയ സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റേജിലേക്ക് ഒരു കൊച്ചു കുട്ടി ഇങ്ങനെ കയറി വരും. ഫസ്റ്റ് കിട്ടിയ കുട്ടിയാണ് ഖുർആൻ പാരായണത്തിൽ. എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? 5 വയസ്സ്. എത്ര വയസ്സുണ്ട്? 5 വയസ്സുള്ള കുട്ടിനെ കണ്ടപ്പോ ഷെയ്ഖ് ഖർലാവിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യും. ഒന്ന് ഖുർആൻ പാരായണം ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കാൻ. അപ്പൊ ആ കുട്ടി ഖുർആൻ പാരായണം ചെയ്തു. എന്നിട്ട് ഷെയ്ഖ് ഖർലാവി പറയണ, ഓ മാഷാ അല്ലാഹ്, എന്തൊരു ഖിറാഅത്താണ് ഈ കുട്ടിയുടെ ഖിറാഅത്ത്, ഭയങ്കര രസം. അത് ഇഷ്ടപ്പെട്ടിട്ട് ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു, ഷെയ്ഖ് ഖർലാവി ഞാൻ ചോദിച്ചു, മസ്മുക അതെ, പേരെന്താണെന്നാണ്. എത്രാം ക്ലാസ്സിലാണ്? 9ാം ക്ലാസ്സിലാണ് അല്ലേ? ഈ മസ്മുക്ക എന്നതിന്റെ അർത്ഥം അറിയാത്ത ആരെങ്കിലും ഈ ക്ലാസ്സിലുണ്ടോ? എല്ലാവർക്കും അറിയില്ലേ? പക്ഷെ ആ ഹാഫിളായ കുട്ടി ഉണ്ടല്ലോ, ഫസ്റ്റ് ഇട്ട കുട്ടി, ആ കുട്ടി ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിന്നു. എന്താ മൂപ്പര് ചോദിക്കണമെന്ന് മനസ്സിലായില്ല. ആഫ്രിക്കയിലെ അറബി ഇല്ലാത്ത ഒരു പ്രദേശത്താണ്. ഒരു ഷെയ്ഖ് ഖർലാവി പറയാണ്, നമ്മളെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ അറിയുന്ന ഈ അറബിന്റെ അർത്ഥം പോലും അറിയാത്ത
ആഫ്രിക്കയിലെ ഒരു കൊച്ചുകുട്ടി, അങ്ങനെ ഒരുപാട് കുട്ടികൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഹിഫ്ള് ചെയ്യുന്നു, മനഃപ്പാഠമാക്കുന്നു. അത്ഭുതമുള്ള കാര്യമാണത്. അതുകൊണ്ട് നമ്മൾ വെറും വായന മാത്രം നടത്തിയാൽ പോരാ, ഖുർആൻ ഹിഫ്ള് ചെയ്യണം. അമ്മ ജുസ് ഹിഫ്ള് ചെയ്യുക, ചെറിയ സൂറത്തുകൾ ഹിഫ്ള് ചെയ്യുക. ഏറ്റവും കൂടുതൽ അമ്മ ജുസ്, ഒരു ജുസ് ഹിഫ്ളുള്ള ആൾക്കാരുണ്ട് ഈ ക്ലാസ്സിൽ? ഒരു ജുസ് ആയത്തുൽ കുർസി ഹിഫ്ളുള്ള ആൾക്കാരാണ്. ആയത്തുൽ കുർസി ഹിഫ്ളുള്ള ആൾക്കാർ എഴുന്നേറ്റുന്നോ? ഒരു കയ്യടി കൊടുക്ക്. ഓക്കെ, എന്താ മോളെ അതൊന്ന് പാരായണം ചെയ്യും. പേടിയാ? ഹിഫ്ള് ആയത്തുൽ കുർസി. ഒരു കയ്യടി കൊടുക്ക്. ഇത് സൂറത്തുൽ ബഖറയിലെ ഒരൊറ്റ ആയത്താണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഖുർആൻ നിസ്കാരത്തിന് ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ മരണമില്ലാത്ത എല്ലാത്തിനും രക്ഷയാണ്. രാത്രി നമ്മൾ കടന്നിറങ്ങുന്ന സമയത്ത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമ്മുടെ രക്ഷക്കായിട്ട്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ല, അത് അള്ളാഹ് തീരുമാനിച്ച് നടക്കും. പക്ഷെ ബാക്കിയുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ പല ആൾക്കാർ പാമ്പ് വേനൽക്കാലത്ത് പാമ്പ് തേള് ഒരു പാമ്പില്ലാണ്ടാക്കാൻ വേണ്ടി നോക്കി. പക്ഷെ നമുക്ക് ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ദിക്റുകൾ നമ്മൾ രാത്രി ചെല്ലണം. ആയത്തുൽ കുർസി, ആമൻ റസൂല്, ആയത്തുൽ കുർസി, ആമൻ റസൂല്, ഇങ്ങനെ ചെറിയ സൂറത്ത് യാസീന്, ഇതൊക്കെ ഹിഫ്ള് ചെയ്യുക. അതുപോലെ തന്നെ അമ്മ ജുസ് ഹിഫ്ള് ചെയ്യുക. ഹിഫ്ള് ചെയ്താലും അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഒന്നും ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഹിഫ്ള് ഇല്ലെങ്കിൽ ആളൊഴിഞ്ഞ വീട് പോലെ, തകർന്ന വീട് പോലെയാണ് നമ്മുടെ ഹൃദയം. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആന് ഹിഫ്ള് ചെയ്യുക എന്നുള്ളതിലേക്ക് നമ്മൾ എത്തണം. ഷെയ്ഖ് അർലാവി പറഞ്ഞ കുട്ടിയെ പോലെ നമ്മളെല്ലാവരും ഖുർആൻ പഠിക്കുക, ഹിഫ്ള് ചെയ്യുക, വായന നടത്തുക എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് നമ്മള് ഖബറിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാവരും ഖബറിൽ പോവും. ഖബർ അവസ്ഥയിൽ പോകേണ്ടി വരും. നമ്മൾ ഖബർ കൊണ്ടാക്കിയില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഖബർ അവസ്ഥ ഉണ്ട്. അവിടെ എത്തുമ്പോ ഒരാള് വരും, മെലിഞ്ഞൊട്ടിയ ഒരാള് വരും ഖബറിലേക്ക്. അത് ഭൂമി തന്നെ കിടക്കണമെന്നില്ല, ഖബർ അവസ്ഥയിൽ എവിടെ ആയാലും വേണ്ടില്ല. ഒരാള് വരും. ഒരാൾ വന്നിട്ട് ചോദിക്കും, ഡു യു റിമെമ്പർ മീ? ഇതിന്റെ അർത്ഥം ഡു യു റിമെമ്പർ മീ, എന്നെ ഓർമ്മ ഉണ്ടോ ചോദിക്കും ഒരാൾ വന്നിട്ട്. അപ്പൊ ഈ ഖബർ കിടക്കുന്ന ആള് പറയും, എനിക്ക് ഓർമ്മയില്ലല്ലോ, എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറയാം? ആകെ മെലിഞ്ഞൊട്ടിയിട്ട് ക്ഷീണിച്ചിട്ട് ഒരാളായിരിക്കും. അപ്പൊ ഇയാള് പറയും, ഞാനാണ് ഖുർആൻ. എന്നിട്ട് അയാളോട് പറയും, ഞാൻ ഇങ്ങനെ ആവാനുള്ള കാരണം നീയാണ്. കുറ്റപ്പെടുത്തല്ല, എന്റെ ജീവിതത്തിൽ നിങ്ങൾ പിൻപറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഹിഫ്ളൊക്കെ ആക്കണേ, രാത്രിക്ക് ഉറക്കൊഴിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നത്, ബാക്കിയുള്ള സുഖങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ച് മെലിഞ്ഞു പോകും, കുറച്ച് ക്ഷീണിക്കും. നമ്മൾ കഷ്ടപ്പെട്ട് വായിക്കുമ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ അള്ളാഹു നമുക്കതിന് സപ്പോർട്ട് തരും. നാളെ പരലോകത്ത് ഈ ഖുർആനും അങ്ങനെ നമുക്ക് ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഇതാ അള്ളാഹിനോട് ഞാൻ പറയാൻ പോവാണ് എന്നെ സ്വർഗത്തിലാക്കാൻ എന്ന് ആ ഖുർആൻ ആകുന്ന ഒരാൾ വന്നിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് നമ്മളെ ഷെൽഫിലുള്ള മുസ്ഹഫ് കടലാസിന്റെ കഷ്ണങ്ങളല്ല, പെയിന്റ് ചെയ്ത ഏതോ പ്രിന്റ് സാധനമല്ല. അത് നമുക്ക് ഒരാളിന്റെ രൂപത്തിൽ നാളെ വന്നിട്ട് അള്ളാഹിനോട് ഷഫാഅത്ത് ചെയ്യുന്ന ഗ്രന്ഥമാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി ഖുർആനിനെ ഒരു ഫ്രണ്ടാക്കി മാറ്റുക. ഖുർആനിനെ ഒരു ഫ്രണ്ടാക്കുക, എപ്പോഴും അതിനോട് ബന്ധം ഉണ്ടാകുക. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആൻ വായിക്കുക, സന്തോഷം ഉണ്ടാകുമ്പോൾ ഖുർആൻ വായിക്കുക, ഒരു വിവാഹത്തിന്റെ മുമ്പ് ഖുർആൻ വായിക്കുക, ഒരു വീട് നിർമ്മാണത്തിന്റെ മുമ്പ് ഖുർആൻ വായിക്കുക, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഖുർആൻ വായിക്കുക. അല്ലേ? അത് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. എന്ത്? ഒരു വിഷയത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായാൽ സ്വലാത്തുൽ ഇസ്തിഖാറ, ഏതാണ് നല്ലത് തീരുമാനിക്കേണ്ടത് ഖുർആൻ ഓതി നിസ്കരിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഖുർആൻ. അള്ളാന്റെ കലാമാണ്. അത് ജീവിതത്തിൽ പകർത്തുക, വായിക്കുക, സുന്ദരമായിട്ട് കൊണ്ടു നടക്കുക, ഹിഫ്ള് ചെയ്യുക, എല്ലാം ചെയ്യുക. അങ്ങനെ അള്ളാഹുവിന്റെ അഹ്ലുൽ ഖുർആൻ, അഹ്ലുല്ലാഹി വഖാസത്തു, അള്ളാഹുവിന്റെ പ്രൈവറ്റ് ആളുകളായിട്ട് നാളെ അള്ളാഹു എന്ത് ചെയ്യും? നമ്മളെ അലങ്കരിക്കും, നമുക്ക് സ്ഥാനമാനങ്ങൾ തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.